Hello dears, welcome back. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഹോട്ടലുകളിൽ അല്ലെങ്കിൽ റെസ്റ്റോറന്റുകളിലൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമുള്ള സാധനങ്ങളാണ് നാനും ബട്ടർ ചിക്കനും അല്ലേ. ഇന്ന് നമ്മൾ അത് രണ്ടുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ശരിക്കും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് റെസ്റ്റോറന്റുകളിലൊക്കെ കിട്ടുന്ന അതേ രീതിയിൽ വീട്ടിൽ ഈ ബട്ടർ ചിക്കനും നാനും ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് നാനിനുള്ള മാവ് കുഴച്ച് വെക്കാം. അപ്പോൾ ഒരു ബൗളിലോട്ട് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ടൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡാപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 കപ്പ് അതായത് 4 ടേബിൾ സ്പൂണോളം തൈര്, ഒരു 1 ടേബിൾ സ്പൂൺ എണ്ണ, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഇത്രയും ചേർത്തിട്ട് ആദ്യം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്ത് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇടാവേ, 1-2 ടീസ്പൂൺ, ചിലർ ചേർക്കാറുണ്ട്, ഇഷ്ടം പോലെ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. ചെറിയ ചൂട് വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഒത്തിരി ആവശ്യം വരത്തില്ല, കാരണം തൈരും കൂടി മിക്സ് ചെയ്തിരിക്കുന്നത് കൊണ്ട് കുറച്ച് ഈർപ്പം ഉണ്ടാവും. അപ്പോൾ മാക്സിമം ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് അളവിൽ വെള്ളമേ വേണ്ടി വരത്തുള്ളൂ. പാകത്തിന് വെള്ളം ഒഴിച്ച് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു 2 മിനിറ്റോളം ഈ മാവ് നമുക്ക് നല്ല പോലെ കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. കുഴച്ച് നല്ല സ്മൂത്ത് ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കണം കേട്ടോ. നമ്മുടെ കയ്യിൽ ഒട്ടുന്ന രീതിയിൽ അത്രയും സോഫ്റ്റ് ആയിരിക്കരുത്, എന്നാൽ ഒരുപാട് കട്ടിയും ആവണ്ട. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നേക്കാളും കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ട് കുഴയ്ക്കാം. അപ്പോൾ ഈ മാവിന് ഒരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ആ സമയത്ത് പുറമെ ഡ്രൈ ആയി പോകാതിരിക്കാനായിട്ട് കുറച്ച് എണ്ണ, സൺഫ്ലവർ ഓയിൽ തന്നെയാണ്, ഒന്ന് തേച്ചിട്ട് അടച്ചു വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ബട്ടർ ചിക്കൻ റെഡിയാക്കാം. അപ്പം ഞാനൊരു 1/2 കിലോ എല്ലില്ലാത്ത ചിക്കൻ, ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് എല്ലുള്ള ചിക്കൻ വേണമെങ്കിലും ഉപയോഗിക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് എടുത്താൽ മതി. ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്കൊരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് നാരങ്ങാ നീര്, ഏകദേശം ഒരു 1.5-2 ടീസ്പൂൺ അളവിൽ ഒഴിച്ചാൽ മതി. വിനീഗർ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. ബട്ടർ ചിക്കനിൽ എപ്പോഴും കാശ്മീരി മുളക് പൊടി തന്നെ ഉപയോഗിക്കാനായിട്ട് നോക്കുക, കാരണം അതിന് അധികം എരിവ് കാണത്തില്ല, എന്നാൽ നല്ല കളറും കിട്ടും. ഹോട്ടലുകളിലൊക്കെ ആണെങ്കിൽ അവർ ഫുഡ് കളർ കുറച്ച് ചേർക്കും, പക്ഷെ വീട്ടിലുണ്ടാക്കുമ്പോൾ കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കാം. 10 മിനിറ്റ് കഴിയുമ്പം ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. സൺഫ്ലവർ ഓയിലാണ്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് സമയം ഇത് കുക്ക് ചെയ്യേണ്ട, ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. 2 സൈഡും ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നാൽ മതി കേട്ടോ, കാരണം ഒത്തിരി ഫ്രൈ ചെയ്താലും ചിക്കൻ കട്ടിയായി പോവും. നല്ല ജ്യൂസി ആയിട്ട് തന്നെ ഇരിക്കണം. അപ്പം ഞാൻ സാധാരണ ചെറുതായിട്ടൊന്ന് 2 സൈഡും ഒന്ന് മൊരിച്ചെടുക്കേ ചെയ്യാറുള്ളൂ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് എണ്ണയുടെ ആവശ്യവും വരത്തില്ല. ആദ്യം ഒഴിക്കുന്ന കുറച്ച് എണ്ണയിൽ തന്നെ ഇത് എല്ലാം ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ചിക്കൻ എല്ലാം ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തു. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. നമ്മൾ ആ ഫ്രൈ ചെയ്ത അതേ പാനിൽ തന്നെയാണ് ബാക്കി സവോളയൊക്കെ വഴറ്റിയെടുക്കാൻ പോകുന്നത് കേട്ടോ. അതാണ് ടേസ്റ്റ്. അപ്പോൾ ആ കുറച്ച് എണ്ണ ബാക്കിയുണ്ട്, അതിൻ്റെ കൂടെ കുറച്ച് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുക. ബട്ടർ ചിക്കൻ ആയതുകൊണ്ട് ബട്ടർ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു 1-2 ടീസ്പൂൺ ബട്ടറും കൂടി ചേർക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം പട്ട ഒന്ന് മുറിച്ചിട്ടു, 3 ഏലക്ക, 4-5 ഗ്രാമ്പൂ, 1/4 ടീസ്പൂൺ ജീരകം. ചെറിയ ജീരകമാണ് കേട്ടോ, പെരുംജീരകമല്ല. ജീരകം ഒഴിവാക്കരുത്, അതിൻ്റെ ഒരു ഫ്ലേവർ വേണം. ഇനി ഒരു 2 വലിയ സവോള കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് നല്ല പോലെ വഴറ്റി കൊടുക്കുക. ഒരുപാട് നിറമൊന്നും മാറണ്ട, നന്നായിട്ടൊന്ന് വഴണ്ടി വന്നാൽ മതി. എന്നിട്ട് ഒരു 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു ചൊവയൊക്കെ മാറി വരണം. ഇനി കുറച്ച് കാഷ്യൂ നട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ പിടി, ഏകദേശം ഒരു 10 എണ്ണം വരുമായിരിക്കും. ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പക്ഷെ അഥവാ നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു. ഇനി ഇതിനകത്തേക്ക് 2 വലിയ തക്കാളി അരിഞ്ഞത് ചേർക്കാം. നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ എപ്പോഴും നല്ലത്. ഇനി ഇത് ഒരുപാട് സമയം വെന്ത ഉടഞ്ഞു വരാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പിന്നെ ഇത് വെള്ളം ഒഴിച്ച് വേവിക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് ആ മുളകിൻ്റെ പച്ച ചുവ മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആ മസാലയുടെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു.
കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇത് നല്ലപോലെ വെന്ത് സോഫ്റ്റ് ആയിട്ട് വരണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ഈ മസാല നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് തീ കൂട്ടി വെച്ച് പെട്ടെന്ന് തന്നെ വെള്ളം വറ്റിച്ചെടുക്കരുത് കേട്ടോ. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ വെന്ത് വരണം. ഇനി ഇതിന്റെ ചൂടൊന്ന് മാറിക്കഴിയുമ്പോൾ മിക്സി ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. ആദ്യം വെള്ളം ഒഴിക്കാതെ അരച്ചു നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് ആയിട്ട് അരയ്ക്കണം. നല്ല സ്മൂത്ത് അരയ്ക്കണം, ഒട്ടും തരി ഉണ്ടാവരുത്. ഹോട്ടലുകളിലൊക്കെ ആണെങ്കിൽ ഈ മസാല അവർ അരിച്ചെടുക്കും, അതിനകത്ത് ഒരു തരിയും വരാതെ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇതുപോലെ നല്ല രീതിയിൽ തന്നെ അരച്ചാണ് എടുക്കുന്നത്. ഈ പേസ്റ്റ് നമ്മൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്ന പാനിലോട്ട് ഒഴിക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. ബട്ടർ ചിക്കൻ്റെ ഗ്രേവി ഒരുപാട് ലൂസ് അല്ല, നല്ല കുറുകിയിട്ടായിരിക്കും. അപ്പം അതിനനുസരിച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. ഇതിനകത്തേക്ക് ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാല പൊടിയും കുറച്ച് പഞ്ചസാര. ബട്ടർ ചിക്കൻ എപ്പോഴും ചെറിയൊരു മധുരം ഉണ്ടാവും, അപ്പം അതിനായിട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കണം. നിങ്ങൾ ഇഷ്ടം പോലെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പം ഇപ്പോൾ ഒരു 3/4 ടീസ്പൂൺ ആയിട്ടിരിക്കുന്ന കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഈ ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. ഗ്രേവി ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. 1/2 കിലോയാണ് കേട്ടോ ഇത്. അപ്പോൾ ഫ്രൈ ചെയ്തപ്പോൾ ഇതൊരു പകുതി വേവ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 5-6 മിനിറ്റ് ചെറിയ തീയിലൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. അപ്പോഴേക്കും ചിക്കനും പാകത്തിന് വേവും അതിനകത്തോട്ട് മസാലയൊക്കെ പിടിച്ചു വരും. ചിക്കനൊക്കെ പാകത്തിന് വെന്തു. എപ്പോഴും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി കേട്ടോ, ഒരുപാട് വറ്റിപ്പോകരുത്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് കസൂരി മേത്തിയാണ്. ഇതാണ് ബട്ടർ ചിക്കൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻറ്റ്, ഇത് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഉലുവേല ഉണക്കിയതാണ് കസൂരി മേത്തി. ഇതെല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും എല്ലാ കടകളിലും ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും ചേർക്കണം. അപ്പോൾ ഇതുപോലെ 1 ടേബിൾ സ്പൂണോളം കസൂരി മേത്തിയാണ് ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത്. കസൂരി മേത്തിയുടെ ഈ ബാക്കി വരുന്നതുണ്ടല്ലോ, അത് ഒരിക്കലും നിങ്ങൾ പുറത്ത് വെക്കരുത്, പെട്ടെന്ന് പൂത്തു പോവും. ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇത് ആദ്യം ഈ കയ്യിൽ വെച്ച് നല്ലപോലെ ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിനകത്ത് ഗ്രേവിയിലോട്ട് ചേർക്കാനായിട്ട്, എന്നാലേ അതിൻ്റെ നല്ലൊരു ഫ്ലേവർ വരത്തുള്ളൂ. ഇതിനകത്തേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർക്കുന്നുണ്ട്. ഈ ബട്ടർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ, കാരണം ഇത്രയും ബട്ടർ ചേർക്കുന്നത് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. പക്ഷെ ബട്ടർ ചിക്കനിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബട്ടറിൻ്റെ ഒരു ടേസ്റ്റ് വേണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഏറ്റവും ചെറിയ തീയിലൊന്ന് അടച്ചു വെക്കുക. ഇപ്പോൾ ചേർത്ത ബട്ടറിൻ്റെയും ആ കസൂരി മേത്തിയുടെയൊക്കെ ഒരു ഫ്ലേവർ, ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇതിനകത്തേക്ക് സാധാരണ ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീം അല്ലെങ്കിൽ കുക്കിംഗ് ക്രീമാണ്. ഇനി ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കാഷ്യൂനട്ട് വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അത് നല്ലപോലെ ഇങ്ങനെ ഫ്രഷ് ക്രീം പോലെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കുക. ആ പേസ്റ്റ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇത് ഏത് ചേർത്താലും ടേസ്റ്റിൽ ഒരു വ്യത്യാസവും ഉണ്ടാവത്തില്ല. ഫ്രഷ് ക്രീം ചേർക്കുന്നത് പോലെ തന്നെ ടേസ്റ്റി ആയിട്ട് കിട്ടും. ഞാനിതിപ്പോൾ കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം പോലെ 2-3 ടേബിൾ സ്പൂൺ ചേർക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബട്ടർ ചിക്കൻ റെഡി. ശരിക്കും ഇത് കാണുമ്പോൾ ഒരുപാട് നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് മസാല അരച്ച് ഒരുപാട് പണിയുള്ള പോലെ തോന്നും. പക്ഷേ ഈസിയാണ് കേട്ടോ, എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ശരിക്കും ഹോട്ടലിൽ കിട്ടുന്നതിനേക്കാളും ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാം. അപ്പോൾ ബട്ടർ ചിക്കൻ റെഡിയായി. ഇനി നമുക്ക് പെട്ടെന്ന് നാനും കൂടി ഉണ്ടാക്കാം. അപ്പം നാനിൻ്റെ മാവ് കുഴച്ച് വെച്ചിട്ട് 1 മണിക്കൂറായി, നല്ല സോഫ്റ്റ് ആയിരിപ്പുണ്ട്. ഇതിനെ നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാം. നാൻ എപ്പോഴും കുറച്ച് കട്ടി ഉണ്ടാവും, അപ്പോൾ അതിനനുസരിച്ച് ഉള്ള ഉരുളകളാക്കി വേണം എടുക്കാനായിട്ട്, ഒരുപാട് ചെറുതായി പോകരുത്. അപ്പം ഞാനൊരു 10 വലിയ ബോൾസായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് പരത്തിയെടുക്കണം. ആദ്യം കുറച്ച് മൈദ ഒന്ന് ഇട്ട് കൊടുക്കാം, നമ്മൾ പരത്തുമ്പം ഒരുപാട് ഒട്ടാതിരിക്കാനായിട്ട്. ഇനി ഓരോ ഉരുളയായിട്ട് എടുത്തിട്ട് 2 സൈഡും നല്ലപോലെ ഒന്ന് മൈദ ഒന്ന് കോട്ട് ചെയ്തിട്ട് പരത്തിയെടുക്കാം. ഈ നാൻ തന്നെ പല രീതിയിലുണ്ടാക്കാം. ഇപ്പോൾ ഗാർലിക് നാൻ, ബട്ടർ നാൻ, അങ്ങനെ പല രീതിയിലുണ്ടാക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് മല്ലിയില വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കാം.
അപ്പോൾ ഇത് ആദ്യം കുറച്ച് കട്ടിക്ക് തന്നെ ചെറുതായിട്ടൊന്ന് പരത്തി കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നിങ്ങൾ ഗാർലിക് നാനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഗാർലിക് ചെറുതായിട്ട് അരിഞ്ഞതോ അല്ലെങ്കിൽ അതിൻ്റെ പേസ്റ്റോ ഈ സമയത്ത് മുകളിൽ ഇട്ട് കൊടുത്താൽ മതി. എങ്ങനെയാണോ ഞാൻ ഉണ്ടാക്കുന്ന ആ രീതിയിൽ. എന്നിട്ട് ചപ്പാത്തി കോല് വെച്ച് ആദ്യം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യണം. അപ്പം അതിനകത്തങ്ങ് ഒട്ടിയിരിക്കുമല്ലോ. എന്നിട്ട് അതിനെ തിരിച്ചിട്ടിട്ട് വേണം പിന്നെ നമ്മൾ സാധാരണ നാനിൻ്റെ ഓവൽ ഷേപ്പിൽ പരത്താനായിട്ട്. ഒരുപാട് കനം കുറഞ്ഞു പോകരുത്, കുറച്ച് കട്ടിക്ക് തന്നെ പരത്തിയെടുക്കാം. ഇനി ഈ സൈഡിൽ ഞാൻ കുറച്ച് വെള്ളം ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ പാനിൽ ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല വെള്ളം തേക്കുന്നത്. അതിൻ്റെ ഈ നാനിൻ്റെ പുറകു വശത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഡിസൈൻ ഉണ്ട്. വേറൊരു ഇങ്ങനെ കുത്തുകുത്തായിരിക്കത്തില്ല, വേറൊരു ഡിസൈനാണ്. അപ്പം അതും കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് വെള്ളം തേക്കുന്നത്. ഇത് നന്നായിട്ട് ചൂടായി കിടക്കുന്ന തവയിലോട്ട് ആ വെള്ളം തേച്ച സൈഡ് താഴെ വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം. നല്ല പോലെ മുകളിൽ കുമിളകൾ വന്നു കഴിയുമ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കണം. വെള്ളം തേച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഒട്ടിപ്പിടിക്കത്തില്ല, ഇങ്ങനെ ഇളകി വരും കേട്ടോ. പിന്നെ നാൻ ഉണ്ടാക്കാനായിട്ട് എപ്പോഴും നോൺ സ്റ്റിക്ക് പാനിനേക്കാളും നല്ലത് ഒരു കാസ്റ്റ് അയൺ പാനാണ്, അതായത് ഇരുമ്പിൻ്റെ തവ തന്നെയാണ്. ഇതിൻ്റെ താഴെ കണ്ടോ നല്ലൊരു ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. ആ സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ വെള്ളം തേക്കാതെ ഇത് ഇട്ട് കഴിഞ്ഞാൽ താഴെ ഇങ്ങനെ നമ്മൾ സാധാരണ ചപ്പാത്തിയോ അല്ലെങ്കിൽ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയ കുത്തുകുത്തു പോലെയല്ലേ വരുന്നത്, അങ്ങനെയായിരിക്കും. പക്ഷെ വെള്ളം തേച്ച് വെക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത്. എപ്പോഴും ഞാൻ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോഴായാലും നിങ്ങൾ നോക്കിയാൽ മതി, അതിൻ്റെ താഴെ ഒരു സൈഡ് ഇതുപോലെ ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുന്നത്. അടുത്ത സൈഡും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുക്ക് ചെയ്യുക, എന്നാലേ പാകത്തിന് വേവത്തുള്ളൂ. റെഡി ആയി കഴിയുമ്പോൾ പാനിൽ നിന്ന് മാറ്റിയിട്ട് വേണമെങ്കിൽ കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുക. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഏത് രീതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. പ്ലെയിൻ നാനായിട്ടോ കുറച്ച് ബട്ടർ ഗാർലിക് ചേർത്തിട്ടോ അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അടുത്ത ഞാനൊരു പ്ലെയിൻ നാനും കൂടി ഉണ്ടാക്കി കാണിക്കാം. പ്ലെയിൻ നാനാണെങ്കിൽ ആദ്യം തന്നെ ഓവൽ ഷേപ്പിൽ പരത്തിയെടുത്താൽ മതി, കുറച്ച് കനത്തിൽ. കാരണം നമ്മൾ പിന്നെ വേറെ ഒന്നും ചേർക്കുന്നില്ലല്ലോ. ഒരു സൈഡിൽ കുറച്ച് വെള്ളം ഒന്ന് തേച്ച് കൊടുത്തിട്ട് ചൂടായി കിടക്കുന്ന തവയിലോട്ട് വെള്ളം താഴെ വരുന്ന ആ സൈഡ് താഴെ വരുന്ന രീതിയിലിടാം. നന്നായിട്ട് കുമിളകൾ വന്നു കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ആ സൈഡും കൂടി നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ മാറ്റിയിട്ട് പ്ലെയിൻ ആയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ നാനും നമ്മൾ റെഡിയാക്കി എടുത്തു. ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ചിലപ്പോൾ നമ്മൾ ഹോട്ടലുകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പം ചിലതൊക്കെ കുറച്ച് കട്ടിയായിരിക്കും അല്ലേ, പക്ഷെ വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് അടിപൊളി ടേസ്റ്റിൽ കിട്ടും. അപ്പോൾ ഈ ഒരു ബട്ടർ ചിക്കൻ നാൻ കോംബോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.